ബൈ. സാധാരണ യാത്രയിൽ അങ്ങാണ്ട് ചൊല്ലുണ്ട്. അങ്ങനെ നമ്മൾ അബ്രാമ്മയുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. രാത്രിയാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ 7:30 ആയി ഇപ്പോൾ. അപ്പം നമ്മൾ ആദ്യത്തെ പെട്രോൾ പമ്പിൽ നമ്മൾ പെട്രോൾ അടിക്കണം. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അറിയത്തില്ലല്ലോ, രാത്രിയാകുമ്പം പെട്രോൾ പമ്പ് തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അറിയില്ല. തുറന്നപ്പോഴല്ലേ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞാച്ച. അല്ല, ഇത് തുറന്നപ്പോൾ അതിനകത്തുനിന്ന് പറ്റിയതാണ്. എൻ്റെ അടപ്പേന്ന് പറ്റിയത്. അപ്പോൾ അബ്രാമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ചായ കൊടുക്കുക. എന്തേ? ടീ. ഓക്കെ. കാപ്പി. ഓക്കെ. സ്നാക്സ് എന്നാണോ? ഓക്കെ. സൂപ്പർ ചായ. ചായയോടെയും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. രാത്രി യാത്ര ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുത്ത റൂട്ടുകളൊക്കെ നല്ലതായിരുന്നു. അതായത് വേറെ ഒരു പ്രശ്നങ്ങളില്ല, അതായത് വേറെ വലിയ വണ്ടികളൊന്നും വരുന്നില്ല. നമുക്ക് ഒരു സേഫായിട്ടുള്ള ഒരു യാത്രയാണ്. അങ്ങനെ ഒരു റോഡാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ യാത്ര പോകുന്നവർ രാത്രി യാത്ര ഒഴിവാക്കുക, എന്നിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ യാത്ര ഇടുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറി. കാരണം എനിക്കൊന്ന് ഗൾഫിൽ പോകണമെന്നൊരു ആശങ്ക. അപ്പം അവിടെ ഒന്ന് പോകണം. അപ്പം പക്രു പറഞ്ഞു ഞാൻ ആദ്യം പോയി അവരോട് ചോദിക്കാം, അവിടെ ഇതുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കണം. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന അജണ്ട. അതൊക്കെ നോക്കിയിട്ട് പറയാം എന്തൊക്കെയാണെന്നുള്ളത്, കേട്ടോ. അടപ്പിനകത്തോ? എരിവുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് എരിവ് വരുന്നില്ല കേട്ടോ. കഴിക്കുമ്പോൾ അറിയുന്നില്ല, കഴിച്ച് കഴിയുമ്പോഴാണ്. ഇത് ധാരാപുരം എന്ന് പറയുന്നത് സ്റ്റേഷനല്ല, ജംഗ്ഷൻ. ഇവിടെ നിന്ന് 40 കിലോമീറ്റേഴ്സ് ടു പളനി. 6 ലൈസൻസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പളനി എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പാണെന്ന് തോന്നുന്നു. ഞങ്ങളെ ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് അവർ ഞങ്ങളെ പിടിച്ച് നിർത്തി. എന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഫ്രണ്ടിൽ ടേപ്പ് റെക്കോർഡർ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ മഴ നനയ്ക്കാൻ വേണ്ടി ഫുള്ള് കവർ ചെയ്ത് വെച്ചേക്കാം. പിന്നെ നമ്മളിത് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു, ഇതാണ് അതിനുള്ളിൽ നമ്മൾ കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ വണ്ടിക്ക് എത്തുന്ന ഓരോ ഈച്ച് ആൻഡ് എവറി സാധനങ്ങളും എടുത്ത് തുറന്ന് പ്ലാസ്റ്റിക് കവറൊക്കെ തുറന്ന് നോക്കി. മാക്സിമം അവർ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ചെയ്തതായിട്ട് തോന്നി. പിന്നെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ലൈസൻസ്, പിന്നെ വണ്ടിയുടെ ബുക്കും പേപ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈ കൊണ്ട് നടന്നില്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ അത് ഡിജിറ്റലായിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിച്ച് വെക്കുക. അതൊക്കെ എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ എന്താ ലാസ്റ്റ് ഒന്നും കിട്ടാൻ വന്നപ്പോൾ അവർ പറയാം ഡിക്കിക്കകത്തൊരു നമ്പർ ഉണ്ട്, ആ നമ്പർ കാണുന്നില്ല, നമ്മൾ സാർ നോക്കിക്കോ, ഈ വണ്ടിക്കുള്ള കാര്യങ്ങളൊക്കെ സാർ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പളനിയിലെത്തിയിട്ട് ബാലമുരുകൻ കോട്ടേജ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൻ്റെ എത്തിയിട്ടുണ്ട്. അപ്പം പക്രുനെ വിളിച്ചിട്ട് അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. റൂമൊക്കെ നോക്കട്ടെ. നമുക്ക് ചെറിയ ലോ ബഡ്ജറ്റ് റൂംസാണ് വേണ്ടല്ലേ. അപ്പോൾ നോക്കിയിട്ട് വരട്ടെ. ഇത് സെറ്റ് ആവുകയാണെങ്കിൽ ഇവിടെ നിൽക്കും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോക്കും. നമുക്കൊരു രാത്രി ഒന്ന് റെസ്റ്റ് എടുക്കണം. നാളെ രാവിലെ നമ്മൾ ഇവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ ലഗേജ് ഇവിടെ ഒന്ന് സേഫായിട്ട് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആഗ്രഹം. ആണ് പുള്ളിക്കാരൻ പക്രൂസ് എന്ത് പറയുന്നു? അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഓമുരുക കോട്ടേജ് എന്ന് പറഞ്ഞിട്ട് ഒരു റൂം ഫോർ റെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ നോക്കട്ടെ. സോ നമ്മുടെ വണ്ടിയിലെ സാധനങ്ങളൊക്കെ എടുക്കണം. ഇപ്പോൾ സമയം 12:35. പക്രു ഒന്നും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് നോക്കാൻ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് മറ്റേ ദണ്ഡപാണി നിലയം എന്ന് പറഞ്ഞിട്ട് എന്താണ് കോട്ടേജ് ബുക്കിംഗ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട്. ഇതെനിക്ക് തോന്നുന്നു അമ്പലത്തിൻ്റെ തന്നെ ഇതാണ് ഈ കാണുന്ന സംഭവം. പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരും, നമ്മൾ തിരക്കൊന്നുമില്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് റൂംസൊക്കെ ഫുള്ളാണെന്നാണ് പറഞ്ഞത്.
പിന്നെ നമ്മൾ അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നു. പിന്നെ നമ്മൾ ആ കാണുന്നതായിരിക്കണം പളനി. പക്രു പിന്നെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് നോക്കാൻ, എന്താണെന്ന് അറിയില്ല. പക്രു വരുന്നുണ്ടോ? എന്താണ്? എനി ഗുഡ് ന്യൂസ്? ഒരു റൂം കാണിച്ച് ആദ്യം കാണിച്ചതിനേക്കാൾ ഇച്ചിരിയും കൂടെ ഇതുണ്ട് ബാത്റൂമൊക്കെ. 500 നോക്കി പറ്റത്തില്ല. സോ അപ്പുറത്തൊരു ലോഡ്ജിൽ പക്രോട് ഇത് ചോദിക്കാൻ പോയിട്ടുണ്ട്, നോക്കാം. അവസാനം നമ്മൾ ആദ്യം റേറ്റ് ചോദിച്ച ഒരു ഇതുണ്ടല്ലോ, അതായത് 500 രൂപയ്ക്ക് 500-ലും താഴെ കിട്ടുമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ആ ഓമുരുകയിൽ 400 സംതിങ്ങേ ഉള്ളൂ, 400 എന്തോ ഉള്ളായിരുന്നു. പക്ഷേ അവിടെ ഒട്ടും വൃത്തിയില്ല. പിന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് അല്ല, പുറത്ത് ഓപ്പൺ എയറിൽ നിന്ന് കുളിക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതല്ലേ. പിന്നെ ഇതാണ് റൂം, ചെറിയൊരു റൂം, 2 പേർക്ക് കിടക്കാം. ചെറിയൊരു ബാത്റൂമാണ്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അത്ര വൃത്തിയൊന്നും ഇല്ല, എങ്കിലും നമുക്ക് ആ ഒരു 500 രൂപയ്ക്ക് ഇത് വർത്താണെന്ന് തോന്നും.